വർഷങ്ങളുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയെ അധികാര ചുമതലയിൽ നിന്ന് മാറ്റിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ്.എ. ആസാദ് പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയുടെ ട്രാൻസ്ഫറിനെ സംബന്ധിച്ചുള്ള ഒരു ഗൗരവമേറിയ വിഷയത്തെ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് പത്രപ്രവർത്തക മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങൾ ക്ഷണിച്ചത്. വടക്കാഞ്ചേരി നഗരസഭയുടെ സെക്രട്ടറി ശ്രീ മനോജ് എന്ന് പറയുന്ന വ്യക്തി 4.5 വർഷക്കാലമായി വടക്കാഞ്ചേരി നഗരസഭയിൽ സെക്രട്ടറിയായി നിൽക്കുന്നതാണ്. ആ നിൽക്കുന്ന കാലയളവിൽ 3 വർഷക്കാലം ചെയ്യാൻ ശുചിത്വ മിഷൻ്റെ ജില്ലാ കോർഡിനേറ്റർ കൂടിയായിരുന്നു. വടക്കാഞ്ചേരി നഗരസഭയിൽ ആ സമയം അത്രയും താൽക്കാലിക സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം ചുമതല നിർവഹിച്ചു വന്നിരുന്നത്. താൽക്കാലിക സെക്രട്ടറിയായി നിർവഹിച്ചു വരുന്ന സന്ദർഭം ആയിട്ട് പോലും വടക്കാഞ്ചേരി നഗരസഭയിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്, സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പൂർണ്ണ സെക്രട്ടറി അനിവാര്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് എന്നിരിക്കെ CPM നഗരസഭ ഭരിക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ആവശ്യങ്ങൾ, അവരുടെ അഴിമതികൾ മൂടിവെക്കുന്നതിന് വേണ്ടി വടക്കാഞ്ചേരി നഗരസഭയുടെ താൽക്കാലിക സെക്രട്ടറിയായ സെക്രട്ടറിയെ 3.5 വർഷക്കാലം വടക്കാഞ്ചേരി നഗരസഭയിൽ താൽക്കാലികമായി ചുമതല ഏൽപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അറിവുണ്ടായിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങൾ, അദ്ദേഹം 2021 അദ്ദേഹം വടക്കാഞ്ചേരി നഗരസഭയിലെ സെക്രട്ടറി ആയിട്ട് വന്നത്. അദ്ദേഹം നടത്തിയ കാലയളവിൽ നടന്നിട്ടുള്ള അഴിമതികൾ, ചട്ടം വിട്ടും ക്രമവിരുദ്ധമായി നടത്തിയ ഒരുപാട് അഴിമതി കഥകളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിലർ 14 മാസക്കാലം എറണാകുളം സെൻട്രൽ സബ് ജയിലിൽ കിടക്കുമ്പോൾ ആ കിടക്കുന്ന കൗൺസിലറെ നിയമപരമായി നോട്ടീസ് കൊടുക്കാതെ, അറിയിപ്പ് കൊടുക്കാതെ അദ്ദേഹത്തെ അയോഗ്യത ആക്കാതിരിക്കുന്നതിനുള്ള ഒരു ശ്രമവും ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ വസ്തുതകൾ അറിഞ്ഞിട്ടുള്ള വസ്തുതകളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ സെക്രട്ടറി ഒരു കാരണവശാലും വടക്കാഞ്ചേരി നഗരസഭയിൽ നിന്ന് മാറില്ല എന്ന ദൃഢപ്രതിജ്ഞയുമായി ഭരിക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടി വളരെ ശക്തമായി അദ്ദേഹത്തിന് വേണ്ടി പിൻവാതിലൂടെ അദ്ദേഹത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ഞങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞ മാസം പരാതി നൽകുകയും ഈ ഉത്തരവാദിത്വം ടിയാനാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടപടികൾ നടത്തുന്നത് എങ്കിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ഉള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷനാണ് ശ്രീ മനോജ് എന്ന് പറയുന്ന സെക്രട്ടറിയെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതെന്നുള്ള വ്യക്തമായ അറിവ് എനിക്ക് കിട്ടിയതിൻ്റെ കോപ്പിയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ആ വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ ഈ വടക്കാഞ്ചേരി നഗരസഭയിൽ നിന്നും സെക്രട്ടറിയുടെ അധിക ചുമതലയിൽ നിന്ന് ഒഴിവാക്കി മാറ്റിയിട്ടുള്ള ഉത്തരവ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരി നഗരസഭയിൽ സെക്രട്ടറി കെ മനോജ് കഴിഞ്ഞ 4.5 വർഷമായി തുടരുകയാണ്. സെക്രട്ടറിയുടെ ചുമതലകളിൽ വീഴ്ച വരുത്തി ഗുരുതരമായ കൃത്യവിലോപനവും അധികാര ദുർവിനിയോഗവും നടത്തിയതായി ആസാദ് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറിയെ മാറ്റിയതായി ഉത്തരവായിട്ടുള്ളത്. അദ്ദേഹം ഇന്നും റിലീവ് ചെയ്യാൻ സാധ്യതയില്ല. ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞ് ഇന്നലെ വടക്കാഞ്ചേരിയുടെ സെക്രട്ടറി അധിക ചുമതലയിൽ നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കൊടുത്തതും
സീനിയർ സൂപ്രണ്ടിനും കൊടുത്തതുമായ അധിക ചുമതല ഇൻചാർജ് ഇന്ന് വടക്കാഞ്ചേരി നഗരസഭയിലെ ക്ലീൻ സിറ്റി മാനേജർ എന്ന് പറയുന്ന ഗസറ്റഡ് റാങ്കുള്ള അദ്ദേഹത്തിന് ഇന്നലെ ജോയിന്റ് ഡയറക്ടർ നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് ഇന്നലെ വൈകിട്ട് വടക്കാഞ്ചേരി നഗരസഭയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നും റിലീവ് ചെയ്യാൻ താല്പര്യമില്ല. അതിപ്പോൾ അവിടെ ഇരിക്കുകയാണ്, നഗരസഭയുടെ ഉള്ളിൽ ഇരിക്കുക. CPM എന്താ പറയുക, ഭരണകക്ഷികൾ എന്താ പറയുന്നത്, ഭരണ ചെയർമാൻ അടക്കം എന്താ പറയുന്നത്, നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ശരി ഇദ്ദേഹത്തെ ഈ വടക്കാഞ്ചേരി നഗരസഭയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുകയില്ല, മാറ്റില്ല, അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തുമെന്നാണ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഇന്നത്തെ പത്രപ്രസ്താവന നടത്തേണ്ടി വന്നത് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.